അനൂപിനെയും വിഷ്ണുവിനെയും വൈശാഖൻ ലക്ഷ്മിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. നിനക്കെന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ മേലെ അവരോട്? അവന് ചെറുതായി ഈർഷ്യ തോന്നി. ഞാൻ എന്ത് സംസാരിക്കാൻ? ഒരു പരിചയമില്ല എനിക്ക് അവരോട്. വൈശാഖൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ അപ്പോഴും രാജീവൻ്റെ അച്ഛൻ്റെ വാക്കുകളായിരുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ? ശേഖരൻ പറയുന്നത് അവൻ കേട്ടു. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ എല്ലാവരും അപ്പോൾ പോകാനായി തയ്യാറെടുത്തു. അതേ, ഏട്ടൻ്റെ അച്ഛൻ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട കേട്ടോ. ഇറങ്ങാൻ നേരം ലക്ഷ്മി പറഞ്ഞു. ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. എപ്പോഴും വിളിച്ചു ഞാൻ ശല്യം ചെയ്യാറില്ലല്ലോ. എന്നും രാത്രിയിൽ 10 മണിയാകുമ്പോൾ ഞാൻ വിളിക്കും. അവൻ അവളോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. 9 മണിയാകുമ്പോൾ ഞാൻ എന്നും ഉറങ്ങും. അതിനു മുമ്പ് വിളിക്കണം, അവൾ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാം അല്ലേ? സുമിത്രയും ശേഖരനും ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. മോളെ, ഞങ്ങൾ ഇറങ്ങുവാണ്, പിന്നെ കാണാം കേട്ടോ, സുമിത്ര പറഞ്ഞു. ശരി അമ്മേ, അവൾ ചിരിച്ചു. ശേഖരനും പെൺകുട്ടികളും വന്ന് അവളോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞു. അശോകൻ്റെ ക്ഷീണം പോയി കഴിയുമ്പോൾ അവിടേക്കൊന്ന് ഇറങ്ങും കേട്ടോ, ശേഖരൻ അശോകൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വരാം, തീർച്ചയായും വരാം. ശ്യാമളയും അയാളുടെ സഹോദരിയും അളിയനും ശ്യാമളയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ദീപയും മാത്രമേ ഇടയ്ക്കൊരു ദിവസം വൈശാഖൻ്റെ വീട്ടിൽ പോയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ശേഖരൻ അയാളെ ക്ഷണിച്ചത്. സുമിത്രയും ഉണ്ണിമോളും കൂടി അലക്കി ഉണക്കിയ തുണികളെല്ലാം മടക്കി വയ്ക്കുകയാണ്. എന്ത് രസമായിരുന്നു ആ ചേച്ചി അല്ലേ അമ്മേ? ആ മാലയും കമ്മലും ഒക്കെ എന്ത് ഭംഗിയല്ലേ? അതേ മോളെ, ഞാനും ആ കുട്ടിയെക്കുറിച്ച് ഓർത്തിരിക്കുകയായിരുന്നു, സുമിത്ര മകളെ നോക്കി പറഞ്ഞു. ആ കുട്ടിക്ക് ഇവിടെയൊക്കെ ഇഷ്ടമാകുമോ ആവോ? അത്രയും സൗകര്യങ്ങളൊക്കെയുള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് അവർക്ക് ആകാംക്ഷയായി. ഓ, അതൊരു പാവം ചേച്ചിയാ. അമ്മ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. തന്നെയുമല്ല, അവരുടെ വീട്ടുകാരൊക്കെ വന്ന് കണ്ടതല്ലേ, ഉണ്ണിമോൾ പറഞ്ഞു. അത് ശരിയാണ്. വീണ എന്തിയേ? എടി വീണേ, സുമിത്ര വിളിച്ചു. ഞാൻ ചീരയും വെണ്ടയും ഒക്കെ നനയ്ക്കുവാ അമ്മേ, പുറത്തുനിന്ന് അവൾ വിളിച്ചു പറഞ്ഞു. വൈശാഖനും അവളെ സഹായിക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, എന്താണ് ഈ കാണുന്നത്? ഉണ്ണിമോൾ അവനെ കളിയാക്കി. അമ്മേ, ഇവൾക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഇവൾ. എൻ്റെ ദൈവമേ, ഈ പിള്ളേരുടെ കുട്ടികളെ ഇതുവരെ മാറിയില്ല, സുമിത്ര വഴക്ക് പറഞ്ഞപ്പോൾ ഉണ്ണിമോൾ വായടച്ചത്. ഏട്ടാ, ലക്ഷ്മി ചേച്ചിക്ക് എന്ത് ഭംഗിയാ കാണാൻ. എനിക്കാണെങ്കിൽ കണ്ടിട്ട് മതിയായില്ല. ഏട്ടനോട് ഒരുപാട് സംസാരിക്കുമോ വിളിക്കുമ്പോൾ? വീണ ചോദിച്ചു. എടി, ഞാൻ അവളെ അധികം വിളിക്കാറില്ല. അവൾ എന്നോട് അധികം മിണ്ടാറുമില്ല. ഓ പിന്നെ, ഏട്ടൻ ജാടയിടുന്നതാ. നമ്പർ അറിയില്ല, മിണ്ടില്ല എന്നൊക്കെ കളവ് പറഞ്ഞിട്ട്. അവൾ മൂത്തു നിൽക്കുന്ന വെണ്ടയ്ക്കയൊക്കെ പറിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. നീ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, അല്ലാതെ എനിക്ക് തെളിവൊന്നുമില്ല സത്യം രേഖപ്പെടുത്താൻ. അവൻ അകത്തേക്ക് കയറിപ്പോയി. അമ്മേ, ചായ ഇല്ലേ? അവൻ വിളിച്ചു ചോദിച്ചു. ഉണ്ണിമോളെ, നീ പോയി ചായ ഇട്, അച്ഛനും വരാറായി, സുമിത്ര പറഞ്ഞപ്പോൾ ഉണ്ണിമോൾ ചായ ഇടാൻ പോയി. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ശേഖരനും സുമിത്രയും കൂടി ഉമ്മറത്തിരിക്കുകയാണ്. വീണയും ഉണ്ണിമോളും സ്കൂളിൽ പോയി. വൈശാഖൻ തൊട്ടടുത്തുള്ള ലൈബ്രറിയിലും. ഒരു മാസം ഇതാന്ന് പറഞ്ഞു പോകും, കയ്യിലാണെങ്കിൽ കാശുമില്ല, ശേഖരൻ ആലോചനയിലാണ്ടു. സുമിത്രയ്ക്കും ആദിയായി അത് കേട്ടപ്പോൾ. താലിമാല ഒരു 5 പവനെങ്കിലും ഇടേണ്ടതല്ലേ, സുമിത്ര ചോദിച്ചു. 5 അല്ലടി, 10 ആക്കാം, ശേഖരൻ ദേഷ്യപ്പെട്ടു. വിജിയോട് കുറച്ച് സ്വർണം മേടിക്കാം, പണയം വയ്ക്കാം, അല്ലാതെ നിവൃത്തിയില്ല, സുമിത്ര പറഞ്ഞു. അല്ലാതെ പിന്നെ എന്നാ ചെയ്യും? എനിക്കാണെങ്കിൽ മനസമാധാനമില്ലാത്ത അവസ്ഥയാണ്, അയാൾ നെഞ്ച് തടവിക്കൊണ്ടു പറഞ്ഞു. എൻ്റെ ഏട്ടാ, എന്നെ കൂടെ വിഷമിപ്പിക്കാതെ, എല്ലാം ഭഗവാൻ നടത്തിത്തരും. എൻ്റെ വായിന്ന് വല്ലതും കേൾക്കാതെ പോകാൻ നോക്ക്, അയാൾ രോഷാകുലനായി. ഇതാ അപ്പോൾ നന്നായേ. ഞാൻ എന്തു പറഞ്ഞാലും ഏട്ടന് കുറ്റമാണ്, സുമിത്ര അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ശേഖരൻ വിളിച്ചു. എടി, ഒരു കാർ വരുന്നുണ്ടല്ലോ, ഇങ്ങോട്ടാണോ? ശേഖരൻ പറഞ്ഞു. സുമിത്ര തിരിഞ്ഞു നോക്കി. അയ്യോ, നേരാണ്, ഇങ്ങോട്ടാ. ഇതാരാ ഈ നേരത്ത്? ഈശ്വര, ലക്ഷ്മിമോളുടെ അച്ഛനും അമ്മയും, സുമിത്ര ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അശോകനും ശ്യാമളയും കൂടി കാറിൽ നിന്നിറങ്ങി. അയ്യോ, ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നത്? സുമിത്ര വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. കൂടെ ശേഖരനും. വിളിച്ചു പറഞ്ഞിട്ട് വരേണ്ടായിരുന്നോ? ആദ്യമായിട്ട് വന്നിട്ട് ശേഖരൻ അശോകനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, നമ്മളൊക്കെ വീട്ടുകാരായില്ലേ, ഇനി എന്തിനാ അങ്ങനെ വിളിച്ചൊക്കെ പറയുന്നത്? അശോകൻ ചിരിച്ചു. ചേച്ചി പോയി നല്ല ഒരു സ്ട്രോങ് ടീ എടുക്ക്, അശോകൻ പറഞ്ഞു. സുമിത്ര വേഗം അടുക്കളയിലേക്ക് പോയി, കൂടെ ശ്യാമളയും. കുറച്ച് കായ വറുത്തതും ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു. കാലത്തെ ഉണ്ടാക്കിയ വട്ടയപ്പവും കൂടി അവർ മുറിച്ചു. ഞാലിപ്പൂവൻ പഴവും കൂടി കൂട്ടി അവർ ചായ എടുത്തു വെച്ചു. ഉപ്പേരിക്കപ്പ ഉണങ്ങാൻ വെച്ചത് കൊണ്ട് ശ്യാമള 2 എടുത്ത് വായിലിട്ടു.
ഇഷ്ടമാണോ ഇത്? സുമിത്ര ചോദിച്ചു. എനിക്കും മോൾക്ക് ഇഷ്ടമാണ്, സുമിത്ര പറഞ്ഞു. ഞാൻ കുറച്ച് തന്നുവിടാം. ഒരു കവർ എടുത്ത് കുറച്ച് ഉപ്പേരിക്കപ്പ സുമിത്ര വേഗം പൊതിഞ്ഞ് ശ്യാമളയുടെ ബാഗിൽ വെച്ചു. അപ്പോഴേക്കും വൈശാഖനും അവിടേക്ക് വന്നു. അവൻ സഹോദരിമാർക്ക് വേണ്ടി മേടിച്ചു കൊണ്ടുവന്ന കടലമിഠായിയും പരിപ്പുവടയും ഉണ്ടായിരുന്നു കയ്യിൽ. സുമിത്ര വേഗം പരിപ്പുവടയും കൂടി ഒരു പ്ലേറ്റിലെടുത്തു വെച്ചു. വിളിച്ചു പറയാതെ വന്നിട്ട് ഇവിടെ ഇത്രയും പലഹാരങ്ങളോ? അപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് വന്നിരുന്നു എങ്കിലോ? അശോകൻ ഒരു ഉണ്ണിയപ്പം എടുത്ത് വായിലേക്ക് വെച്ചു. ഓ സൂപ്പർ, ഇതിവിടെ ഉണ്ടാക്കിയതാണോ? അയാൾ ചോദിച്ചു. എൻ്റെ രണ്ടാമത്തെ മകൾ വീണ ഉണ്ടാക്കിയതാണ്, ശേഖരൻ പറഞ്ഞു. അസലായിട്ടുണ്ട്. ആ കുട്ടി വരുമ്പോൾ പറയുക കേട്ടോ. അശോകൻ ഒരു ഉണ്ണിയപ്പവും കൂടി എടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അശോകൻ പതിയെ എഴുന്നേറ്റു. ശ്യാമളെ, അയാൾ ഭാര്യയെ വിളിച്ചു. അവർ ബാഗിൽ നിന്ന് ഒരു കെട്ടെടുത്തു. ഇതാ, ഇത് മേടിക്ക്. അശോകൻ ശേഖരൻ്റെ കയ്യിലേക്ക് അത് നീട്ടി. എന്താ ഇത്? ശേഖരൻ ചോദിച്ചു. കല്യാണമാകുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരും, അശോകൻ പറഞ്ഞു. ഇതൊന്നും വേണ്ട, ഇവിടെ കല്യാണ ആവശ്യത്തിനുള്ള പൈസ ഒക്കെ ഉണ്ട്, അയാൾ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു കല്യാണമാകുമ്പോൾ ഒരുപാട് ചിലവുകൾ ഒക്കെ വരും. തന്നെയുമല്ല, വിജയെ കല്യാണം കഴിച്ച് അയച്ചിട്ട് ഇത്രയും നാളല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് മേടിച്ച് അകത്തേക്ക് വയ്ക്കുക. അശോകൻ ശേഖരൻ്റെ കയ്യിലേക്ക് നിർബന്ധപൂർവ്വം ആ കെട്ട് വെച്ചു കൊടുത്തു. വൈശാഖൻ്റെ അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട. എൻ്റെ മൂത്ത മകൾക്കും ഞാൻ ഇതുപോലെ കൊടുത്തായിരുന്നു, അശോകൻ പറഞ്ഞു. ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ലക്ഷ്മി മോൾക്ക് നാളുദോഷമാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെയും ഇവളുടെയും ചങ്ക് തകർന്നുപോയി. അന്നു മുതൽ ഞങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ല. വൈശാഖൻ: മോനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മകൾക്കുള്ള സ്ത്രീധനത്തിൻ്റെ ഒരു വിഹിതമാണ് കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. മോള് വരാൻ സമയമായി. അശോകനും ശ്യാമളയും മുറ്റത്തേക്കിറങ്ങി. വൈകാതെ അവർ യാത്ര പറഞ്ഞു പോയി. സമയം രാത്രി 9:30. 5 ലക്ഷം രൂപ ഉണ്ടടി. ഇത് നാളെ ബാങ്കിൽ കൊണ്ടുപോയി ഇടാം, ശേഖരൻ നിർദ്ദേശിച്ചു. അച്ഛാ, കുറച്ചു പൈസ കൊണ്ട് നമ്മൾക്ക് വീടൊന്ന് മോടി പിടിപ്പിക്കണം. കല്യാണത്തിന് എന്ത് ആളുകൾ കൂടുന്നതാണ്. ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വരും. വീണ പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിവെച്ചു. വല്യേട്ടൻ്റെ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വേണം, ഉണ്ണിമോൾ പറഞ്ഞു. അത് ശരിയാണെന്ന് വൈശാഖനും ഓർത്തു. അങ്ങനെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, കബോർഡ്, പിന്നെ വീടൊന്ന് പെയിൻ്റ് അടിക്കണം. അങ്ങനെ ഒരു ചെറിയ ലിസ്റ്റ് എടുത്ത് എല്ലാവരും കൂടി. 1 ലക്ഷം രൂപയാകും എല്ലാം കൂടി കഴിയുമ്പോൾ, ശേഖരൻ പറഞ്ഞു. ബാക്കി 4 ലക്ഷം രൂപയ്ക്ക് പെണ്ണിന് ഡ്രസ്സ്, താലിമാല, ബാക്കി എല്ലാവർക്കുമുള്ള തുണിത്തരങ്ങൾ വാങ്ങിക്കണം. കല്യാണ ചിലവ്, ശേഖരൻ കണക്കുകൂട്ടി. 5 പവൻ്റെ മാല മേടിക്കാനാണ് തീരുമാനിച്ചത്. എന്തായാലും കല്യാണം ആർഭാടമായിട്ട് വെക്കാനായിരുന്നു പെൺമക്കളുടെ തീരുമാനം. ശേഖരന് അതിൽ വലിയ യോജിപ്പില്ലായിരുന്നു. അച്ഛാ, വല്യേട്ടൻ്റെ കല്യാണം ഞങ്ങളുടെ സ്വപ്നമാണ്. ദയവ് ചെയ്ത് അച്ഛൻ എതിരു പറയരുത്, വീണ പറഞ്ഞു. ഉണ്ണിമോൾ അത് പിന്താങ്ങി. പിന്നീടങ്ങോട്ട് സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഇനി കഷ്ടിച്ച് 2 ആഴ്ച കൂടിയേ ഉള്ളൂ വിവാഹത്തിന്. വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇരു വീട്ടിലും പുരോഗമിക്കുകയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ 8 മണിക്ക് വൈശാഖൻ ലക്ഷ്മിയെ വിളിക്കും. കൂടിപ്പോയാൽ 5 മിനിറ്റ്. അതിൽ കൂടുതൽ അവൾ സംസാരിക്കില്ല. പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. ഒരു ദിവസം അവൾ ഫോൺ വയ്ക്കാൻ തുടങ്ങിയതും വൈശാഖൻ അവളോട് ദേഷ്യപ്പെട്ടു. നിനക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ലേ? എപ്പോൾ വിളിച്ചാലും നീ തിരക്ക്. നിനക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? എങ്കിൽ തുറന്നു പറഞ്ഞോ. എനിക്ക് കുറേ പ്രോജക്റ്റും അസൈൻമെൻറ്റും ചെയ്യാനുണ്ട്. നാളെ എക്സാം ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അവൾ ഫോൺ വെച്ചു. എന്തായാലും അവളോട് നേരിട്ടൊന്ന് സംസാരിക്കണം എന്നവൻ തീർച്ചപ്പെടുത്തി. അടുത്ത ദിവസം അവൾ കോളേജിൽ ചെല്ലുന്ന സമയം കണക്കാക്കി വൈശാഖൻ ബൈക്കുമായിട്ട് ചെന്നു. കുറച്ച് കഴിഞ്ഞതും അവൾ ബസ്സിൽ വന്നിറങ്ങി. കുറേ ഫയലുകളൊക്കെ കയ്യിലുണ്ട്. സംഭവം ശരിയാണ്, അവൾക്ക് കുറേ വർക്കുകൾ ചെയ്യുവാനുണ്ടെന്ന് അവന് തോന്നി. അവൾ വേഗം നടന്നു വന്നു. വൈശാഖൻ നിൽക്കുന്നത് കണ്ടുപോലുമില്ല. ലക്ഷ്മി, അവൻ വിളിച്ചു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. അയ്യോ വൈശാഖേട്ടാ. അവൾ ആകെ പരവശയായി. എന്താ ഇവിടെ? നിന്നെ കാണാൻ, അല്ലാതെ എന്തിന്? വാ, വന്ന് വണ്ടിയിൽ കയറ്, അവൻ പറഞ്ഞു. അയ്യോ, എനിക്കിന്ന് എക്സാമാണ്, ഏട്ടൻ പൊയ്ക്കോ, നിനക്ക് സമയം പോയി, അവൾ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു. എത്ര ദിവസം കൂടി കാണുന്നതാണ്. അവനാണെങ്കിൽ പിടിച്ച പിടിയാലെ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മനസ്സായിരുന്നു. എക്സാം എപ്പോൾ തീരും? അവൻ ചോദിച്ചു. ഉച്ചയാകുമ്പോൾ തീരും. ഞാൻ പോകുക. അവൾ മുന്നോട്ട് നടന്നു. ശരി, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. ഉച്ചയാകുമ്പോൾ നീ വന്നേക്കണം, അവൻ പറഞ്ഞു. വൈശാഖേട്ടാ, ഉച്ച കഴിഞ്ഞ് കമ്പൈൻ സ്റ്റഡി ഉണ്ട്. അവൾ വേഗം തിരിഞ്ഞു നിന്നു. കമ്പനി തരാൻ ഞാനുണ്ട്, മര്യാദയ്ക്ക് വന്നോണം. വേഗം പോയി നല്ല കുട്ടിയായി പരീക്ഷ എഴുതു പെണ്ണേ, അവൻ അവളെ പറഞ്ഞയച്ചു.
വൈശാഖൻ വെറുതെ ബൈക്കിലൊന്നു കറങ്ങി. കുറച്ചു സമയം പാർക്കിൽ പോയിരുന്നു. അവൻ നോക്കിയപ്പോൾ 2 യുവമിഥുനങ്ങൾ നടന്നു വരുന്നുണ്ടായിരുന്നു. കോളേജിൽ പോകുവാന്ന് പറഞ്ഞു പോരും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. പാവപ്പെട്ട മാതാപിതാക്കൾ വിഡ്ഢികൾ. അവരുണ്ടോ ഇത് വല്ലതും അറിയുന്നു? എന്നിട്ട് പ്രണയത്തിന്റെ അവസാനം നീ എന്നെ ഒരു ഫ്രണ്ടായി കാണണം, നമ്മൾക്ക് നല്ല ഫ്രണ്ട്സ് ആകാം എന്നു പറഞ്ഞ് പാട്ടും പാടിപ്പോകും. നിനക്കെന്താടാ ആരോടും പ്രണയം തോന്നാത്തത്? നീ ഒരു വികാരജീവിയാണോ? ഒരു ദിവസം വിഷ്ണു കൊണ്ടുവന്ന കള്ളും കുടിച്ചിട്ട് അനൂപ് തന്നോട് ചോദിക്കാൻ വന്നത് അവൻ ഓർത്തു. ഉള്ള കാര്യം പറയാമെടാ, 3 പെങ്ങന്മാർ ഉള്ളവർക്ക് ഈ പ്രണയമൊന്നും തലയ്ക്ക് പിടിക്കില്ല. അതിന് സമയമില്ല, അതാണ് സത്യം. താനും 2 വീശിയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ മംഗലത്തെ പാർവതി കാച്ചെണ്ണ തേച്ച ഇടതൂർന്ന മുടിയിൽ എന്നും കാണും ഒരു തുളസിക്കതിർ. വിടർന്ന കണ്ണുകളിൽ കരിമഷി പടർന്നിരിക്കും. ഒരു കുഞ്ഞു വട്ടപ്പൊട്ടും അതിൻ്റെ മുകളിൽ ഒരു ചന്ദനക്കുറയും. അവൾ അടുത്തു വരുമ്പോൾ കാച്ചെണ്ണയുടെയും പനിനീരിൻ്റെയും സുഗന്ധമായിരുന്നു. നാട്ടിൻ പുറത്തുകാരി സുന്ദരി പെണ്ണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും സ്കൂൾ യുവജനോത്സവത്തിനുമൊക്കെ അവൾ നല്ല അസലായി തിരുവാതിര കളിക്കും. അങ്ങനെ തുടങ്ങിയ ആരാധനയാണ് അവസാനം പ്രണയമായി മാറിയത്. പക്ഷേ ഒരു പാളിച്ച പറ്റി. താനല്ലാതെ മറ്റൊരാൾക്കും ഇതറിയില്ലായിരുന്നു, അവൾക്ക് പോലും. അവസാനം കണ്ടത് കഴിഞ്ഞ മീനത്തിലെ കാവിലെ ഉത്സവത്തിനാണ്. അവളുടെ കുഞ്ഞിന് ബലൂണും ഐസ്ക്രീമും മേടിച്ചു കൊടുത്തത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രണയം എന്ന വികാരമുണ്ടാകും. ഒരു കൗമാരക്കാരൻ്റെ സ്വപ്നങ്ങളിൽ പ്രണയത്തിന് തീവ്രതയേറും. ഈ ഭൂമിയിൽ എല്ലാത്തിനും പരസ്പരം പ്രണയമാണ്. ഒരു പൂവിനോട് ഒരു പൂമ്പാറ്റയ്ക്ക് പ്രണയം തോന്നും. പൂമ്പാറ്റ വന്ന് അവളെ ഇക്കിളിപ്പെടുത്തുന്നതും കാത്ത് ആ പനിനീർ പൂവ് നിൽക്കും. കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടല്ലോ. ഒരു ഇളങ്കാറ്റിനും ഒരു ചെറു ചില്ലയോടായിരിക്കും പ്രണയം. ഇളങ്കാറ്റിൻ്റെ തലോടൽ ഏറ്റ് അവൾ അങ്ങനെ ചായും. മുല്ലവള്ളിക്ക് എന്നും തേന്മാവിൻ പടരാനാണ് ഇഷ്ടം. കാരണം അതിന് മധുരം കൂടും. മഴയോട് ഏറ്റവും പ്രണയം ഭൂമിദേവിക്കാണ്. മഴയിൽ ലയിച്ചു ഈ ധരിത്രി ശയിക്കും. പ്രണയം അനശ്വരമാണ്, കവി പാടിയതുപോലെ. എന്താണിപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ? ആ കമിതാക്കളെ കണ്ടതുകൊണ്ടല്ലേ എന്നവൻ ഓർത്തു. തനിക്കും പ്രണയിക്കാനായി ഉള്ളവൾ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സമയം 12 കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കൂടി വേണം. അവൻ വെറുതെ ഫോണിൽ നോക്കിയിരുന്നു. അവൾക്ക് എന്താണ് തന്നോട് മിണ്ടാനൊരു മടി? വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ ഇങ്ങനെയാണോ ആവോ? ആർക്കറിയാം. വരട്ടെ, നോക്കാം. അങ്ങനെ 1 മണിയായപ്പോൾ വൈശാഖം വീണ്ടും കോളേജിലേക്കുള്ള പോക്കറ്റ് റോഡിൽ ചെന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി വന്നു. വാ, ആരെങ്കിലും കാണാൻ മുമ്പ് പോവാം. അവൾ പെട്ടെന്ന് അവൻ്റെ ബൈക്കിൽ കയറി. വേഗം വണ്ടി വിട്. അവൻ്റെ തോളത്ത് അവളുടെ നീളമുള്ള നഖങ്ങൾ ആഴ്ന്നിറങ്ങി. വേദനിക്കുന്നു. വേഗം തിരുമിക്കോ, അവൻ ഒച്ച വെച്ചു. നിനക്ക് ഐസ്ക്രീം വേണോ? അവൻ ചോദിച്ചു. യോ വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പോയത് നേരെ ഒരു ഐസ്ക്രീം പാർലറിലാണ്. ഓരോ ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് 2 ആളും. നിനക്കെന്താ എത്ര പേടി? അവൻ ചോദിച്ചു. എൻ്റെ ടീച്ചേഴ്സ് ആരെങ്കിലും കാണും. ഇടയ്ക്കൊക്കെ അവർ ഇവിടെ വരും, ലവ് ബേഴ്സിനെ കണ്ടുപിടിക്കാൻ. ചുറ്റിലും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതിനെന്താ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലേ? അവൻ അവളെ നോക്കി. എന്നാലും എനിക്ക് നാണമാ. 19 വയസ്സിൽ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ചുമ്മാ ജാതകദോഷമെന്നും പറഞ്ഞ് അവൾ പതിയെ പറഞ്ഞു. ജാതകദോഷം ഉള്ളത് കൊണ്ടല്ലേ നിന്നെ എനിക്ക് കിട്ടിയത്? പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അവൾക്ക് ദേഷ്യം വന്നു. ശരി, നീ വേഗം കഴിക്ക്, നമ്മൾക്ക് പോകാം. അവൻ പറഞ്ഞു തീർന്നതും അവൾ പെട്ടെന്ന് കഴിച്ചു തീർത്തു. ബില്ല് തീർത്തിട്ട് ഇറങ്ങിയപ്പോൾ ലക്ഷ്മി അവൻ്റെ പിന്നിലൂടെ ചക്കിപ്പൂച്ചയുടെ കൂട്ട് പതുങ്ങി നടക്കുകയാണ്. അവൻ അവളെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് വലിച്ചു. ഷോ, ആരെങ്കിലും കാണും. അവൾ കൈവിടുവിച്ചു. അയ്യോ, ദേ വാണു ടീച്ചർ. ഏട്ടാ, വേഗം വണ്ടിയെടുക്ക്. അവൾ ധൃതി കാട്ടി. എന്താ എൻ്റെ പെണ്ണെ നിനക്ക്? അവന് ദേഷ്യം വന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, വേഗം വണ്ടിയെടുക്ക്. അവൾ അവനോട് ഒട്ടിച്ചേർന്ന് പതുങ്ങിയിരുന്നു. ആരെങ്കിലും കാണുമോ എന്നോർത്താണെങ്കിലും ഈ ഇരിപ്പിന് സുഖമുണ്ട്. അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഊറിച്ചിരിച്ചു.